ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഞാൻ എൻ്റെ ആദ്യത്തെ ഹലോ വേൾഡ് പ്രോഗ്രാം എഴുതിയത്. ഞാനിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്നെ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിപ്പിച്ച രാകേഷ് സാറിനെ കുറിച്ചാണ്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ് അദ്ദേഹം എന്നെ പ്രോഗ്രാം പഠിപ്പിച്ചത്. ആദ്യമായിട്ട് ഞാൻ പഠിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സി ആണ്. അതിനുശേഷം ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിച്ചു. എന്നിരുന്നാലും ആ ഒരു സ്കില്ലൊന്നും കൊണ്ട് എനിക്കൊരു ജോലി നേടാൻ കഴിഞ്ഞില്ലായിരുന്നു. ജോലി നേടാൻ അതും കഴിഞ്ഞ് ഒരുപാട് വർഷത്തെ പ്രയത്നത്തിന് ശേഷമാണ് എനിക്കൊരു ടെക് ജോബ് കിട്ടുന്നതെന്ന് പറയുന്നത്. എൻ്റെ ആദ്യത്തെ ഹലോ വേൾഡ് മുതൽ എൻ്റെ ടെക് ജോബ് വരെ ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്ത് കൂട്ടിയായിരുന്നു. ഫ്രീ കോഴ്സസ് പഠിക്കാനും ഉടമീര മൾട്ടിപ്പിൾ കോഴ്സസ് എടുക്കാനും ഒക്കെ ഡിഫറെൻറ്റ് മിസ്റ്റേക്സ് ചെയ്തു. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളാരും നിങ്ങളുടെ ടെക് ജോബ് കരിയർ പാത്തിൽ ചെയ്യരുതെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ഓൾ യു ടു ദ ന്യൂ വീഡിയോ. ഐ ആം സാഹിർ ഫ്രം Edure. സോ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് മിസ്റ്റേക്സുകളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു ടെക് ജോബ് എളുപ്പത്തിൽ നേടാം. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഞാൻ എൻ്റെ ടെക് കരിയറിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയ 3 ഇമ്പോർട്ടൻറ്റ് മിസ്റ്റേക്സിനെ കുറിച്ചാണ്. ഇതും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് ടെക് ജോബ് നേടാനാണെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം എന്നാണ്. കാരണം ഇന്ന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒട്ടനവധി ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. C ഉണ്ട്, C++ ഉണ്ട്, ജാവയുണ്ട്, .NET ഉണ്ട്, C# ഉണ്ട്, പൈതൺ ഉണ്ട്, ദെൻ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, പേൾ ഉണ്ട്. അങ്ങനെ ഒട്ടനവധി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യും? സോ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് പഠിക്കാൻ എളുപ്പമായിരിക്കണം അല്ലേ. പഠിക്കാൻ എളുപ്പമല്ലെങ്കിലോ നമ്മൾ മനസ്സ് മടിച്ച് നിർത്തിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തേത് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ പർപ്പസിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു, അതുകൊണ്ട് നമുക്ക് വെബ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ടെസ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രോജക്റ്റിനും മൾട്ടിപ്പിൾ ലാംഗ്വേജസ് പഠിക്കേണ്ടി വരും. അത് നമ്മൾ പഠന സമയം ഒരുപാട് കൂട്ടും, നമ്മൾ കരിയറിൽ ബാക്കിലോട്ടായി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ലൈൻസ് ഓഫ് കോഡ് വെച്ചിട്ട് നമുക്കൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടുള്ള ഗുണം നമുക്ക് സമയം ലാഭിക്കുക എന്നുള്ളതാണ്. നമുക്ക് സമയം ലാഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനി നമ്മൾ മോർ പ്രൊഡക്റ്റീവ് ആണെന്ന് കരുതുകയും നമുക്കുള്ള ഒരു ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള പ്രോബിലിറ്റിയും കൂടും. നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അടുത്ത 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്ക് സ്കോപ്പുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമുക്ക് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജും വന്നു പോയതായിട്ടൊക്കെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ പേള്, ഫോർട്രാൻ, അങ്ങനെയുള്ള പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വന്നു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നു പോകാൻ പാടില്ല. ഒരു 10-15 വർഷത്തെങ്കിലും നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് സോ ഈ ക്രൈറ്റീരിയ ഒക്കെ ഞാൻ മനസ്സിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈതൺ എന്ന് പറയുന്നത്. പൈതൺ പഠിക്കാൻ വളരെ എളുപ്പമാണ്, നല്ല സ്കോപ്പുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അതായത് മൾട്ടിപ്പിൾ പർപ്പസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പൈതൻ്റെ ലൈബ്രറീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ലൈൻസ് ഓഫ് കോഡിൽ നമുക്ക് പ്രോഗ്രാംസ് എഴുതാൻ കഴിയും. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അതായത് സിയോ, C++ഓ ജാവയോ ഇതൊന്നും മോശമാണെന്നല്ല, മറിച്ച് ആസ് എ ഫ്രഷർ നിങ്ങൾക്ക് തുടക്കത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈതൺ പഠിച്ചിട്ട് ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കാം. നിങ്ങൾക്ക് ഗെയിം ഡെവലപ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ പൈതണെക്കാട്ടി കൂടുതൽ മെച്ചം എന്ന് പറയുന്നത് സിയോ, C++ ഒക്കെ തന്നെ ആയിരിക്കും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സ് മടുക്കാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈതൺ എന്നാണെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് എപ്പോഴും സ്കോപ്പുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയായിരിക്കും. കാരണം ലോകത്തിലെ 80% വെബ്സൈറ്റും അല്ലെങ്കിൽ 85% വെബ്സൈറ്റും ജാവാസ്ക്രിപ്റ്റിലാണ് റൺ ചെയ്യുന്നത്. പോരാഞ്ഞിട്ട് ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരുപാട് ഫ്രെയിം വർക്ക്സും ഒക്കെ വരുന്നുണ്ട്.
അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് കൺസിഡർ ചെയ്യും. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും അതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെൻറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടി ജാവാസ്ക്രിപ്റ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഞങ്ങളുടെ ഇവിടെ നിന്ന് ആരെങ്കിലും ഒരു മെൻറ്ററിനെ നിങ്ങൾക്കായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം എന്ന് തീരുമാനിച്ചു അല്ലേ. ഇനി അടുത്തതാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മളെല്ലാവരും ഫസ്റ്റ് മിസ്റ്റേക്ക് ചെയ്യുന്നത്. ഞാനുൾപ്പെടെ ഫസ്റ്റ് മിസ്റ്റേക്ക് ചെയ്ത് ഇവിടെയാണ്. ഞാനൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യം ചെയ്തത് എന്താണ്, ഗൂഗിളിൽ ഫ്രീ കോഴ്സസ് ഓഫ് പൈതൻ്റെ ഫ്രീ കോഴ്സ് സെർച്ച് ചെയ്തു. എന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് യൂട്യൂബിൽ പൈതൺ ഫ്രീ കോഴ്സ് ഒന്ന് സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ പൈതൺ കംപ്ലീറ്റ് കോഴ്സ് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് 10 മണിക്കൂറിൽ കൂടുതലുള്ള കോഴ്സസൊക്കെ എന്താണ്, ഞാനതാണെങ്കിൽ സേവ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ഉടമി പോയി സേവ് ചെയ്ത് വെച്ചു. സേവ് വെച്ചിട്ട് ഞാൻ കുറച്ച് കോഴ്സസൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി പല സ്ഥലത്തും ഒരു ക്ലാരിറ്റി ഇല്ലാതെ എനിക്ക് വരുന്നു. പല സ്ഥലത്തും ഞാൻ സ്റ്റക്കായി നിന്ന് പോകുന്നില്ല എനിക്ക് തോന്നുന്നത്. അത് കാരണം ഞാൻ പിന്നെ എന്താണ് ഉടമി പോയിട്ട് ഒരു കോഴ്സ് എടുത്തു. ഉടമി ചെന്ന് സെർച്ച് ഒരുപാട് കോഴ്സ്, ഏകദേശം പൈതൻ്റെ ഏകദേശം അന്ന് ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് 1000ഓളം കോഴ്സസ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പേജിൽ കണ്ട 20 മണിക്കൂറിൽ കൂടുതലുള്ള അത്യാവശ്യം 4ന് പുറത്ത് റേറ്റിംഗ് ഉള്ള നല്ല സ്റ്റുഡൻസ് ഉള്ള ഒരു കോഴ്സ് ഞാൻ എൻറോൾ ചെയ്തു. പക്ഷെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. കാരണം അതിലും എന്താ പറയുക, ഞാൻ പല സ്ഥലത്ത് സ്റ്റക്ക് ചെയ്തു. അതിൻ്റെ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഞാനൊരു പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് എന്നൊക്കെ ഭയങ്കര മോശമായിരുന്നു. എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാത്തത് 1-2 തവണ എറേഴ്സൊക്കെ വരുമ്പോൾ ഞാൻ മടിച്ചു പോയി എന്നുള്ളതാണ്. നിങ്ങളും ചിലപ്പോൾ ഇതേപോലത്തെ മിസ്റ്റേക്സ് ചെയ്തും പല കോഴ്സസിൽ എൻറോൾ ചെയ്തിരിക്കും, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യത്തില്ല. അഥവാ കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്കാണ്, നമ്മൾ പ്രോജക്ട്സിൻ്റെ മുഖേന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കത്തില്ല. സോ ഇവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നിങ്ങൾ പ്രോഗ്രാമിങ്ങും മാത്തമെറ്റിക്സും ഒരുപോലെ കൺസിഡർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഒരു സൊല്യൂഷൻ വായിച്ച് നോക്കിയത് കൊണ്ട് ഒരു മാത്തമെറ്റിക്സ് എക്സാമിന് നിങ്ങൾക്ക് നല്ലതുപോലെ എക്സൽ ചെയ്യാൻ കഴിയത്തില്ല അല്ലേ. അതുപോലെ നിങ്ങൾ പ്രോഗ്രാമിങ്ങിൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടോ കോഡ് വായിച്ചത് കൊണ്ടോ ഒരിക്കലും നിങ്ങളൊരു ബെറ്റർ കോഡർ ആവത്തില്ല, അല്ലെങ്കിൽ ബെറ്റർ പ്രോഗ്രാമർ ആവത്തില്ല. നിങ്ങൾക്കൊരു ബെറ്റർ പ്രോഗ്രാമർ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എറേഴ്സ് വരുത്തുക തന്നെ ചെയ്യണം. എറേഴ്സ് വരുത്തി അതിൽ നിന്ന് മിസ്റ്റേക്സിലൂടെ മാത്രമേ നമുക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈതൺ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പൈതൻ്റെ ഒരു കംപ്ലീറ്റ് കോഴ്സ് യൂട്യൂബിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അസൈൻമെൻറ്റ്സും ബാക്കി കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമ്മൾ ഇപ്പോൾ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് തരുന്നതാണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പൈതൺ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവണം, നിങ്ങൾക്ക് മെൻറ്റേഴ്സ് വേണം, പൈതൺ ഹയർ ചെയ്യുന്ന കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9746211123 എന്ന നമ്പറിലോട്ട് വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഇതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് learnpython.org എന്ന് പറയുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്. ആ വെബ്സൈറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ്, ബേസിക് കൺസെപ്റ്റ്സ് എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് കാറ്റഗറിയിലായിട്ട് പൈതൻ്റെ ടോപ്പിക്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന കാണാം. എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ ബേസിക് കൺസെപ്റ്റ്സ് മാത്രം പഠിച്ചു പോവുക. നമ്മൾ ഇവിടെയാണ് രണ്ടാമത്തെ മിസ്റ്റേക്സ് വരുത്തിയെന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അത് എല്ലാ കൺസെപ്റ്റ്സും മാത്രം പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കും, മറിച്ച് അതിലൊരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കത്തില്ല. സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, learnpython.org എന്ന വെബ്സൈറ്റ് ചെന്നിട്ട് അതിൻ്റെ ബേസിക്സ് കൺസെപ്റ്റ്സ് പഠിക്കുക. അതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ കൂടെ ഉള്ള എക്സസൈസ്, ഓരോ കൺസെപ്റ്റിൻ്റെ കൂടെയും എക്സസൈസ് ഉണ്ട്, അത് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ആയ ഡേറ്റാ സയൻസ്, ബാക്കിയുള്ള ഫ്രെയിം വർക്ക്സ് ഒക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രോജക്ട്സ് ചെയ്യാം. പ്രോജക്ട്സ് ചെയ്യാനായിട്ട് കുറച്ച് പ്രോജക്ട്സ് അതിൻ്റെ സോഴ്സ് കോഡും കൂടെ ഒരു ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 10ഓളം പ്രോജക്ട്സിൻ്റെ സോഴ്സ് കോഡ് ലഭിക്കുന്നതാണ്. ആ സോഴ്സ് കോഡ് നോക്കി നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എറർ വരും. ആ എറർ നിങ്ങളുടെ കോഡും ഒറിജിനൽ കോഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്താണ് എറർ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതോടുകൂടി നമ്മൾ രണ്ടാമത്തെ മിസ്റ്റേക്സ്, അതായത് പ്രോജക്ട്സ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ മിസ്റ്റേക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഇനി നമ്മൾ പ്രോജക്ട്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഗിറ്റ്ഹബ് പോലുള്ള റിപ്പോസിറ്ററിയിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് എന്താണ്, നമ്മളൊരു CV ക്രിയേറ്റ് ചെയ്യുക. ആ CVക്കകത്ത് എന്താണ്
നമ്മളത് അപ്ലോഡ് ചെയ്യുക. ഒരു CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അത് വരുത്താതിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങളിങ്ങനെ ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റിൻ്റെ ഗിറ്റ്ഹബ് റിപ്പോസിറ്ററിയുടെ ലിങ്കും കൂടെ ഉൾപ്പെടെ ഒരു റെസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടും. ഇതും കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജോബ് പോർട്ടൽസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ജോബ് പോർട്ടൽസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മളുടെ മൂന്നാമത്തെയും പ്രധാനത്തെയുമായ മിസ്റ്റേക്സുകൾ നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ജോബ് പോർട്ടലിൽ പോയി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജോബ് പോർട്ടൽസിൽ പോയിട്ട് എവിടെയെങ്കിലും നമ്മൾ പഠിച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എല്ലാത്തിലും അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മളെല്ലാത്തിനും അപ്ലൈ ചെയ്യുകയും ചെയ്യും. മറിച്ച് നമ്മൾ ആ ജോബ് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് നടത്താറില്ല. മിക്കപ്പോഴും എല്ലാ ഇൻ്റർവ്യൂവിനും ഒരു ഫ്രഷറിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാണും, ലോജിക്കൽ ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും, ടെക്നിക്കൽ ടെസ്റ്റ് കാണും, then HR റൗണ്ട് കാണും. ഓക്കെ, അപ്പം നമുക്ക് ടെക്നിക്കൽ റൗണ്ടൊക്കെ പലപ്പോഴും പലരും പ്രോഗ്രാമിംഗ് ലൈൻ പ്രൊജക്റ്റൊക്കെ പഠിച്ചുകൊണ്ട് പാസ്സാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ HR റൗണ്ടും ആപ്റ്റിറ്റ്യൂഡ് റൗണ്ടുമാണ് പലർക്കും മിസ്സാവുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിനായിട്ട് ഒരുപാട് വെബ്സൈറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് HR റൗണ്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിലെങ്ങനെ ആൻസർ ചെയ്യണം എന്ന് ഉള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിച്ചുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതാണ്. സോ പലപ്പോഴും നമ്മളെന്താണ് ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷൻ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇൻ്റർവ്യൂ കിട്ടാത്തത്. നിങ്ങളോട് തന്നെ ചോദിച്ചു, നിങ്ങൾ ലാസ്റ്റ് ടൈം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു? നിങ്ങൾ അപ്ലൈ ചെയ്ത ജോബിൻ്റെ എല്ലാ സ്കിൽസും നിങ്ങൾക്കുണ്ടായിരുന്നു? നിങ്ങൾ ആ കമ്പനി എന്താണെന്നും ആ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്താണെന്നും ആ കമ്പനിയുടെ സർവീസ് എന്താണെന്നും നിങ്ങൾ നോക്കിയായിരുന്നു? നിങ്ങളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തായിരിക്കും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക? നമ്മൾ അങ്ങനെയൊന്നും നോക്കാറില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ടെക്നിക്കലുള്ള കാര്യങ്ങൾ, നോൺ ടെക്നിക്കലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തായിരുന്നു. അല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴി നമ്മൾ ആ കമ്പനിയുടെ ആരെങ്കിലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ കമ്പനിയുടെ ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്തായിരുന്നു. ഇത് നമ്മൾ ചെയ്യത്തില്ല. ഇങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് ജോലി കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് പലർക്കും ജോബ് കിട്ടാത്തത്. ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ മിസ്റ്റേക്ക്, ഇനഫ് പ്രിപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് എല്ലാവരുമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞാൻ എൻ്റെ കരിയറിൽ ചെയ്ത ഈ 3 മിസ്റ്റേക്സും ചെയ്യാതിരിക്കുക. പൈത്തൺ എന്ന പ്രോഗ്രാം പഠിക്കണമെങ്കിൽ python.org വെബ്സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ നമ്മളുടെ കോഴ്സ് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് അത് പഠിക്കുക. അതിന് ഡൗട്ട്സ് സോൾവ് ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സപ്പോർട്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ നന്ദി, നമസ്കാരം.